എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ ആ ഒരു പർപ്പിൾ തലയൻ ഹീറോയെ കളിയാക്കാണ്. സിൽവർ തലേനെ പോലെയും വാലനെ പോലെയും നീയും കുറച്ചു കഴിയുമ്പോ തോറ്റു പേടിച്ച് ഓടിപ്പോവരുത്. അത് ഹീറോയ്ക്ക് തീരെ ഇഷ്ടാവില്ല. നീ എന്താടാ പറഞ്ഞേ? ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാൻ പറഞ്ഞ് ഹീറോ അവന്റെ അടുത്തേക്ക് നടക്കും. പക്ഷെ സ്വിച്ച് ഇട്ട പോലെ ഇപ്പൊ ഹീറോ അവൻ ഫ്രീസ് ആയി പോവും. കാരണം ആ പർപ്പിൾ തലയൻ ഇപ്പൊ ഹീറോയെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അവനോട് ആര് സംസാരിച്ചാലും അതുപയോഗിച്ച് അവൻ എളുപ്പത്തില് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹീറോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരുപാട് ടെൻഷൻ അടിച്ച് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. അപ്പൊ ചുറ്റും കൂടിയിരിക്കുന്ന ജനങ്ങൾക്ക് അവർക്കാകെ ടെൻഷനാവും. കാരണം ഇനി ഹീറോയെ നിയന്ത്രിക്കാൻ പോകുന്നത് ആ പർപ്പിൾ തലയനാണ്. ഇവിടെ മാസ്റ്റർ ഇപ്പൊ പർപ്പിൾ തലേന്റെയും ഹീറോയുടെയും പ്രൊഫൈൽസ് അത് കമ്പയർ ചെയ്യും. മാസ്റ്ററിന് മനസ്സിലാവും പർപ്പിൾ തലേന് അവന് പ്രത്യേകിച്ച് പവറൊന്നുമില്ല. മറ്റുള്ളവർ സംസാരിക്കുമ്പോ അതുപയോഗിച്ച് അവനവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണെങ്കിലും അവന്റെ കൺട്രോളിംഗ് പവർ അത് പവർഫുൾ ആണ്. ഇവിടെ ഹീറോ ആണെങ്കിൽ ഒരു ട്രാപ്പിൽ പെട്ടതുപോലെ അനങ്ങാൻ കഴിയാതെ അങ്ങനെ നിൽക്കുകയാണ്. പർപ്പിൾ തലേന് ഫൈറ്റ് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് അവനിപ്പോ ഹീറോയെ ഡിസ്ക്വാളിഫൈ ചെയ്യാനായിട്ട് ആ ഒരു പ്ലേ ഗ്രൗണ്ടിന്റെ ക്രോസ് ലൈനിലേക്ക് അവനെ പതിയെ നടത്താൻ തുടങ്ങും. ഹീറോയ്ക്ക് കാര്യം മനസ്സിലാവും. അവൻ ഒരുപാട് ശ്രമിക്കും അവനെ കൺട്രോൾ ചെയ്യാൻ. പക്ഷെ ഹീറോയ്ക്ക് അതിന് കഴിയില്ല. ഇവിടെ ചിരിക്കുടനാവട്ടെ ആൾക്ക് ടെൻഷൻ കേറി കേറി വരും. ഹീറോ ഇപ്പോ തോൽവിയുടെ തൊട്ടു മുന്നിലാണ്. ആ ഒരു വാലുള്ള സ്റ്റുഡന്റ് അവൻ പറഞ്ഞ കാര്യങ്ങള് ഇപ്പൊ ആലോചിക്കും. ഞാൻ കുറച്ചൊന്ന് കെയർഫുൾ ആയിരുന്നെങ്കില് ഞാൻ ഈ കെണിയിൽ പെടില്ലായിരുന്നു. വാലൻ സ്റ്റുഡന്റിനെ അവൻ സ്റ്റാർട്ടിങ് തന്നെ കൺട്രോൾ ചെയ്ത് വെച്ചിരുന്നു. ആ പച്ചമുടിയുള്ള പെണ്ണ് അവൾ അവൻ ഇടിക്കുമ്പോഴായിരിക്കും അവൻ ഓർമ്മ തിരിച്ചു കിട്ടുക. അവൻ ഒരുപാട് കാര്യമായിട്ട് എല്ലാം പറഞ്ഞു തന്നിട്ടും ഞാൻ തോറ്റു. ഇതെന്റെ തെറ്റാണ്, എന്റെ മാത്രം തെറ്റാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ വാലൻ സ്റ്റുഡന്റ് അവൻ ഹീറോയെ നോക്കി ഒരുപാട് ദേഷ്യത്തില് ഇപ്പൊ പല്ലിറുക്കാണ്. അവന്റെ തൊട്ടടുത്തായി കണ്ണാടി പയ്യൻ ഡോറ. അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാവരും ടെൻഷനോട് കൂടെ ഹീറോയെ നോക്കി നിൽക്കും. ഹീറോ ഓൾമോസ്റ്റ് ആ ഒരു ലൈനിന്റെ തൊട്ടടുത്തെത്തും. അപ്പൊ അവന് എന്തോ ഒരു ഇല്യൂഷൻ തോന്നും. ആ ഇല്യൂഷനില് ഒരുപാട് കറുത്ത മനുഷ്യര് അവനെ നോക്കി നിൽക്കുന്നതായിട്ട് അവന് തോന്നും. അവന്റെ പവറ് അത് പതിയെ അവന്റെ 2 വിരലിലേക്ക് വരും. ഹീറോയുടെ ഒരു കാല് ഇപ്പൊ ലൈൻ ക്രോസ് ചെയ്യാൻ പോവാണ്. പക്ഷെ അവന്റെ വിരലിൽ വന്ന പവർ ഉപയോഗിച്ച് ഇപ്പൊ അവനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അവന്റെ പവറില് അവിടെ മുഴുവൻ ശക്തമായ കാറ്റടിക്കും. ഹീറോ ആവട്ടെ പർപ്പിൾ തലേന്റെ കൺട്രോളിൽ നിന്ന് ഇപ്പൊ മുഴുവനായിട്ടും പുറത്തു വരും. അവനിപ്പോ അലറിക്കാറി അവന്റെ മുൻപോട്ട് വെച്ച കാല് അത് പുറകോട്ട് വെക്കും. അത് കണ്ട് ചുറ്റുമുണ്ടായിരുന്ന ജനങ്ങളെല്ലാവരും ഇപ്പൊ എഴുന്നേറ്റ് നിന്ന് ആരവം മുഴക്കി കൈയടിക്കാനായിട്ട് തുടങ്ങും. പർപ്പിൾ തലേനാണെങ്കില് അവൻ ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. ഇവൻ എങ്ങനെ എന്റെ മൈൻഡ് കൺട്രോളിംഗ് പവർ അത് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞു? ഹീറോ അവന്റെ വിരലിലേക്ക് നോക്കും. ആ 2 വിരല് അത് ഡാമേജ് ആയിരിക്കാണ്. പക്ഷെ കുഴപ്പമില്ല, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ സംസാരിക്കില്ല. ഹീറോ ഓടി വന്ന് ഇപ്പൊ അവന്റെ 2 കൈ നീട്ടി പർപ്പിൾ തലേനെ തള്ളി തെറിപ്പിക്കും. പക്ഷെ അവന്റെ കൈ ചുരുട്ടി ഇപ്പൊ ഹീറോയുടെ മുഖത്ത് തന്നെ ഒരൊറ്റ ഇട്ടി. ഹീറോ വിട്ടുകൊടുക്കില്ല. അവൻ അങ്ങനെ തന്നെ ഇപ്പൊ പർപ്പിൾ തലേനെ കാലേ വാരി നിലത്തൊരൊറ്റ അടി. ഹീറോയുടെ പവറും സ്റ്റൈലും കണ്ട് ഇപ്പൊ ചപ്രത്തലേന്റെ പോലും ഫ്യൂസ് പോവും. എല്ലാവരും വണ്ടറടിച്ചു നിൽക്കുമ്പോ ഇപ്പൊ പർപ്പിൾ തലേൻ അവൻ നിലത്ത് വീണ് അനക്കമില്ലാതെ അങ്ങനെ കിടക്കാണ്. ഉടനെ അനൗൺസ്മെന്റില് നമ്മുടെ ഹീറോയെ ഇപ്പൊ വിജയായിട്ട് പ്രഖ്യാപിക്കും. അത് കേട്ടുടനെ വീണ്ടും എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ പർപ്പിൾ തലേന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അവന്റെ പഴയ സ്കൂളില് അവന്റെ ഫ്രണ്ട്സ് അവന്റെ പവർ തിരിച്ചറിയുമ്പോ എല്ലാവരും അവനുമായിട്ട് കമ്പനിയാവും. പക്ഷെ അവരെല്ലാവരും ഒരേ ഒരു കാര്യം പറയും, ഇവൻ വലുതാവുമ്പോ വലിയൊരു വില്ലനാവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇവിടെ ചപ്രത്തലേന് ഹീറോയോട് കുറച്ച് അസൂയ തോന്നും. മാസ്റ്ററിന് മനസ്സിലാവും അവൻ എപ്പോഴൊക്കെ പവർ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ ആ പവർ കറക്റ്റ് ആയിട്ട് അവന് കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല ഇപ്പൊ ദിവസങ്ങൾ കഴിയുന്തോറും ഹീറോയ്ക്ക് അവന്റെ പവർ അത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. ഹീറോ അവനോട് ചോദിക്കും, ആക്ച്വലി നീ എന്തിനാണ് ഒരു സൂപ്പർ ഹീറോ ആയി മാറാൻ ആഗ്രഹിക്കുന്നത്? നിന്റെ ലക്ഷ്യം അതെന്താണ്? അതിനവൻ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയില്ല. ഒരുപാട് പുച്ഛമിട്ട് അവിടുന്ന് നടന്ന് പുറത്തേക്ക് പോവും. പക്ഷെ പർപ്പിൾ തലേന്റെ ഫ്രണ്ട്സ് ഇപ്പൊ അവന് കട്ട സപ്പോർട്ട് കൊടുക്കും. നീ അവസാനം വരെ കട്ടയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തു. നിന്റെ പെർഫോമൻസ് അത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. ഏറ്റവും പുറകിലുള്ള സൂപ്പർ ഹീറോസ് പോലും പറയും നിന്റെ പവർ അത് അടിപൊളിയാണ്. ഈ പവർ ഉപയോഗിച്ച് നമുക്ക് എത്ര വലിയ വില്ലന്മാരെ പോലും തുരത്തി ഓടിക്കാൻ കഴിയും. അവനാണെങ്കില് സന്തോഷം കൊണ്ട് ഇപ്പൊ കരയാനൊക്കെ തുടങ്ങും. അവൻ വിളിച്ചു പറയും, ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും
ഞാൻ നമ്പർ 1 സൂപ്പർ ഹീറോയായി മാറും. അതിന് ഹീറോ പറയും, അതെ അതെ ഉറപ്പായിട്ടും നിനക്കതിന് കഴിയും. ഹീറോ അത് പറയേണ്ട താമസം ഇപ്പൊ അവനാവട്ടെ വീണ്ടും ഹീറോയെ കൺട്രോൾ ചെയ്യും. ഹീറോയ്ക്ക് മനസ്സിലാവും പണി പാളി. ബാറ്റിൽ കഴിഞ്ഞിട്ടും നീ വീണ്ടും എന്തിനാ എന്നെ കൺട്രോൾ ചെയ്യുന്നേ? അതിനവൻ പറയും, എന്റെ അടുത്ത് കളിക്കുമ്പോ സൂക്ഷിച്ച് കളിക്കണം. അതൊന്ന് ഓർമ്മിപ്പിക്കാനാണ് വീണ്ടും നിന്നെ കൺട്രോൾ ചെയ്തത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ഹീറോ ആവട്ടെ അവന്റെ 2 വിരലും ഗ്രാൻഡ്മയുടെ അടുത്ത് കൊണ്ടുപോയി ഇപ്പൊ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാൻഡ്മ ഓൾറെഡി ചിരിക്കുട്ടനോട് ഒരുപാട് തവണ പറഞ്ഞതാണ് ഇവന്റെ പവർ അത് അവനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് വരെ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന്. എന്നിട്ട് വീണ്ടും വീണ്ടും നീ അതന്നെ ചെയ്യാണോ ചോദിച്ച് ഗ്രാൻഡ്മ ആവട്ടെ ചിരിക്കുട്ടന്റെ വയറ്റിൽ തന്നെ ഇപ്പൊ ഒരൊറ്റ ഇടി. ഗ്രാൻഡ്മ പറയും, ഇങ്ങനെ പോവാണെങ്കിൽ ഇവൻ അധികം നാള് ജീവിച്ചിരിക്കില്ല. അപ്പൊ ഹീറോ അവനിപ്പോ ചിരിക്കുട്ടനോട് പറയും, ഞാൻ ബാറ്റിലിന്റെ സമയത്ത് എന്റെ കണ്ണില് എന്തോ ഒരു ഇല്യൂഷൻ വന്നു. ഒരുപാട് കറുത്ത മനുഷ്യന്മാരെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അതും ഈ പവറിന്റെ പാർട്ടായിരിക്കും അല്ലേ? അതിന് ചിരിക്കുട്ടൻ പറയും, അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് കേട്ട് ഹീറോ ഷോക്കായി അവൻ പേടിക്കാൻ തുടങ്ങും. അതിന് ചിരിക്കുട്ടൻ പറയും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ചെറുപ്പത്തില് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ചിരിക്കുട്ടൻ ചോദിക്കും, അടുത്ത ബാറ്റില് അതാരുടെയാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ഹീറോ ഷോക്കായിട്ട് അടുത്ത ഫൈറ്റ് അത് ടോഡറോക്കിയുടേതാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തണമെന്നും പറഞ്ഞ് ഹീറോ പുറത്തേക്ക് ഓടും. കട്ട് ചെയ്ത ടോഡറോക്കി അവൻ ഇപ്പൊ നടക്കാൻ പോകുന്ന ബാറ്റിലിനെ കുറിച്ച് യാതൊരു ടെൻഷനും ഇല്ല. അവന്റെ ലക്ഷ്യം അതെങ്ങനെയെങ്കിലും നമ്മുടെ ഇസുക്ക് പയ്യനെ തകർക്കുക. അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് മുൻപോട്ട് നടക്കുമ്പോ അവന്റെ പപ്പ അവന്റെ അടുത്തേക്ക് വരും. നീ നിന്റെ ലെഫ്റ്റ് സൈഡിലെ പവർ അത് ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ എഫേർട്ട് ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നിനക്ക് ജയിക്കാൻ കഴിയും. അതിന് ടോഡറോക്ക് പറയും, നീ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ പവർ ഞാൻ ഉപയോഗിക്കില്ല. എന്റെ അമ്മയുടെ പവർ മാത്രം ഉപയോഗിച്ച് ഈ ബാറ്റില് ഞാൻ പുഷ്പം പോലെ ജയിക്കും. അവനിപ്പോ ഫുൾ കലിപ്പില് ഗോദയിലേക്ക് ഇറങ്ങും. ഇവിടെ ഇസുക്ക് പയ്യനാവട്ടെ അവൻ ഫൈറ്റ് കാണാൻ സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോ ഡോറയും കണ്ണാടി പയ്യനും അവര് 2 പേരും കൈ കാണിച്ച് ഇപ്പൊ നമ്മുടെ ആളെ അവരുടെ അടുത്തേക്ക് വിളിക്കും. ടോഡറോക്കി പയ്യനും അവൻ ഫൈറ്റ് ചെയ്യാൻ പോകുന്ന അവന്റെ ഓപ്പണന്റും അവര് 2 പേരും മത്സരിക്കാനായിട്ട് ഇപ്പൊ റെഡി ആയിട്ട് നിൽക്കും. ഫൈറ്റ് തുടങ്ങിയ ഉടൻ ടോഡറോക്കി പയ്യന്റെ ഓപ്പണന്റ് അവന്റെ ടേപ്പ് പവർ ഉപയോഗിച്ച് ഇപ്പൊ ടോഡറോക്കിയെ അങ്ങനെ റൗണ്ട് ചെയ്യും. പക്ഷെ ടോഡറോക്കി അവനത്ര നിസ്സാരക്കാരനല്ല. അവൻ ഉടനെ അവന്റെ ഐസ് പവർ ഉപയോഗിക്കാൻ തുടങ്ങും. അവര് നിൽക്കുന്ന സ്ഥലം പോലും ഇപ്പൊ ഇളകി മറിയും. ആ കാഴ്ച കണ്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. കട്ട് ചെയ്ത ടോഡറോക്കി പയ്യൻ അവന്റെ പവർ ഉപയോഗിച്ച് സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗം തന്നെ ഇപ്പൊ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അവൻ ആ ടേപ്പ് പോലും ഇപ്പൊ ഫ്രീസ് ചെയ്ത് തകർത്ത് കളയും. അവന്റെ ഓപ്പണന്റ് ആ ടേപ്പ് പയ്യൻ അവൻ എവിടെ പോയി നോക്കുകയാണെങ്കിൽ അവനിപ്പോ ആ മഞ്ഞുമലയില് അങ്ങനെ ഫ്രീസ് ആയിട്ടിരിക്കുകയാണ്. ടോഡറോക്കി പറയും, എന്നോട് ക്ഷമിക്കണം, എന്റെ അച്ഛനോടുള്ള ദേഷ്യത്തില് ഞാൻ ചെയ്തതാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ടോഡറോക്കി ആവട്ടെ അവനെ റിലീസ് ചെയ്യും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.